കേരളത്തിലെ സീഷോഴ്സിൽ റെയർ എർത്ത് മിനറൽസ് വളരെ കൂടുതലാണെന്ന് ഇപ്പോഴാണ് ഇന്ത്യക്ക് ബോധ്യം വന്നത്. പറഞ്ഞാൽ അതാണ് നമ്മൾ ഉറങ്ങായിരുന്നു സത്യം പറഞ്ഞാൽ. അത് അറിയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം മോണസൈറ്റ് സാൻഡ്സ് ഇപ്പം നമ്മുടെ ഈ ഭാഗത്ത് ഈ കൊല്ലം, തിരുവനന്തപുരം, കന്യാകുമാരി, നാഗർകോവിൽ സൈഡിലൊക്കെ ഉള്ള ഈ മോണസൈറ്റ് സാൻഡ്സ് തോറിയം വളരെ റിച്ച് ആയിട്ട് ഇതാണ്. ഈ ആ കറുത്ത കളറുള്ള ഈ പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി പറഞ്ഞാൽ മോണസൈറ്റ് ഡെപ്പോസിറ്റ്സ് ആണ്. പറഞ്ഞാൽ അത് തോറിയത്തിൻ്റെ ഓറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ നമ്മുടെ സിവിലിയൻ ന്യൂക്ലിയർ പവർ സെക്ടർ ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞാൽ നമ്മൾ ഈ യുറേനിയം എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഈ NSG ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിൻ്റെ ഉള്ള രാജ്യങ്ങൾ പറഞ്ഞാൽ ഈ യുറേനിയം സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ ഒരു വേവർ വാങ്ങിയിട്ട് Indo-US സിവിൽ ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് പ്രകാരമാണ് നമ്മളത് ഷിപ്പ് ചെയ്ത് വരുത്തുന്നത്. നമുക്ക് യുറേനിയം എന്ന് പറഞ്ഞാൽ ജഡുഗുഡ മൈൻസ് ഉണ്ട് ജാർഖണ്ഡിൽ. അത് അബാൻഡൻഡ് ആണ്, ഇവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആന്ധ്രയിൽ അവർ തുമ്മരപ്പള്ളി ഒരു സ്ഥലത്ത് മൈൻസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയും വലിയ ഡേറ്റയൊന്നും കിട്ടുന്നില്ല. അത് എന്തിനാണ് പോകുന്നത് പഠിക്കുന്നതെന്നുള്ളത്. അത് എക്സാക്ട്ലി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത്ര ഇല്ല. അപ്പോൾ തോറിയം ഈസ് ആക്ച്വലി സംതിങ് വി ക്യാൻ ടാപ്പ് ഇൻ ടു. പക്ഷേ അതിനുള്ള ടെക്നോളജി തോറിയം സൈക്കിളിലേക്ക് വരാനായിട്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിൽ എത്തണം. ഇന്ത്യ ഹാസ് ബ്രില്യൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ദേ ആർ ട്രൈങ് ടു ഡു ദാറ്റ്. അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സിന് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അതിൻ്റെ പൈലറ്റ് സ്റ്റേജിന് അതിനെ കമേഴ്ഷ്യൽ സ്റ്റേജിൽ എത്തിക്കണം. എന്നിട്ട് വേണം തേർഡ് സൈക്കിൾ ഓഫ് എന്താ പറയുക ഇതിലാണ് തോറിയം വരാം. പറഞ്ഞാൽ പ്ലൂട്ടോണിയം ബേസ്ഡ് എന്താ പറയുക ഫ്യൂവൽ സൈക്കിളാണ് നമ്മൾ നോക്കേണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സിൽ ആ എന്താ പറയുക സ്പീഡ് എത്തിച്ചിട്ട് പിന്നെ ഇതിനെ വെച്ചിട്ട് വേണം തോറിയം ആറ്റത്തിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന് പ്ലൂട്ടോണിയം സ്പെൻ ഫ്യൂലായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ തോറിയം സൈക്കിൾ എത്താനായിട്ട് നമുക്കുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ അതാണ് പറഞ്ഞാൽ അത് അതിനുള്ള റിസോഴ്സസും ഇവിടെ ഉണ്ട്. പക്ഷേ അത് ഇത്ര കാലം ഇത് കോൾഡ് വാർ ടൈം മുതലേ അറിയായിരുന്നു. പണ്ടൊരു ഞാൻ ഇത് എന്തൊരു ജിയോളജി പ്രൊഫസർ പണ്ട് പറഞ്ഞാണ്, സോവിയറ്റ് യൂണിയൻ 60s എപ്പോഴും ഒരു കാലത്ത് വന്നിട്ട് നമ്മളുമായിട്ട് നമുക്ക് ഫുഡ് ഇടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ അമേരിക്കൻസായിട്ട് ഭിക്ഷയാചിക്കണം ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ബംഗാൾ ഫാമിൻ മുതൽ തുടങ്ങിയതായിരുന്നു 40s ഇൻഡിപെൻഡൻസ് നേടി. വി കുഡൻ ഫീഡ് അവർ പോപ്പുലേഷൻ. സോ അമേരിക്കൻസ് വേർ സപ്ലൈയിങ് ഫുഡ് എയ്ഡ്. പിന്നെ സോവിയറ്റ് യൂണിയനും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റാലിൻ ആണോ ക്രൂഷ്യൻ്റെ കാലത്തോ അറിയില്ല. എനിക്കൊന്ന് ക്രൂഷ്യൻ്റെ കാലത്താന്ന് തോന്നുന്നു. പറഞ്ഞാൽ ഇവിടുന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കന്യാകുമാരി ഭാഗത്തിനുള്ള കുറച്ച് മണ്ണും കാര്യങ്ങളായിട്ട് ദേ വേ ലൈക്ക് ബിഗ് എന്താ പറയുക മെർച്ചൻ്റ് ഷിപ്സ് കമ്മിങ് ഇൻ അവിടെ ബങ്കേഴ്സായിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല. ബിക്കോസ് ദേ വോണ്ടഡ് ടു ലൈക്ക് സീ ഇട്ട് അവിടെ ഇതാവുന്ന മിനറൽസിൻ്റെ ഇതാണോ എന്താ അറിയില്ല. പക്ഷേ ഈവൻ അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ പോലും ഓൾറെഡി സർവേ ചെയ്തിട്ട് മനസ്സിലാക്കി പറഞ്ഞു ഇവിടെ ഇത്രയും നല്ല ഡെപ്പോസിറ്റ്സ് ഉണ്ട്. പറഞ്ഞു ഇത്രയും റെയർ എർത്ത് എലിമെൻസും മോണസൈറ്റും ഉള്ള മണ്ണാണെന്നുള്ളത്. ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ സപ്ലൈ ചെയിനും വാല്യൂ ചെയിനിൻ്റെയും കൺട്രോൾ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ചൈനക്ക് ഇനി വരാൻ പോകുന്ന പുതിയ ഒരു എനർജി ട്രാൻസിഷൻ ഇപ്പോൾ കാണുന്നു. അതിൽ ഇപ്പം ചൈനീസ് കമ്പനീസും ചൈനീസ് എന്താ പറയുക ഇൻഡസ്ട്രിയൽ ബേസും റിന്യൂവബിൾ എനർജി ഇതിലേക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നു.